എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അൽബനി. ചാനൽ കാണുന്നവരുടെ കമൻസ് എല്ലാം കാണാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് വളരെ സന്തോഷം. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാത്തിനും സന്തോഷം. ചില കമൻസിന് നമുക്ക് ഒറ്റ വാക്കിൽ മറുപടി പറയാൻ പറ്റുകയില്ലാത്ത കമൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പേശിയുടെ വലിവിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതിൻ്റെ കമൻസ് ഞാൻ കണ്ടു. പക്ഷേ പോസ്റ്റ് സർജിക്കൽ കേസിൽ നമുക്ക് ഈ വിരലുകൾ കോച്ചി പിടിക്കുന്നതിന് നമുക്ക് പെട്ടെന്നൊരു മറുപടി പറയാൻ പറ്റില്ല. കാര്യം അതിൻ്റെ കണ്ടീഷൻസിൻ്റെ ഇപ്പോഴുള്ള മസിൽ പവർ എങ്ങനെയാണെന്ന് നോക്കണം. പിന്നെ സർജൻസ് ശരിക്കും പോസ്റ്റ് സർജിക്കൽ കേസിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഇത് വരുമ്പോഴത്തേന് നമ്മൾ സർജനെ കണ്ട ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തോടെ അറിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കമൻസുകൾ ഞാൻ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതല്ല. കൂടുതൽ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം. എന്താണ് നിങ്ങളുടെ കാണിക്കുന്ന സഹകരണത്തിന് വളരെയധികം നന്ദി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഉള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും വരുന്ന കാര്യം വളരെ ലഘൂകരിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ സമൂഹത്തിലേക്ക് അതിൻ്റെ ഫിസിയോതെറാപ്പി ആസ്പെക്റ്റ് എത്തിക്കാം എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ നടുവേദന നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഒരിക്കലെങ്കിലും നടുവേദന അനുഭവപ്പെടാത്ത ഒരാളും ഉണ്ടാവില്ല. ഇപ്പം നടുവേദന നമ്മുടെ ജോലി സംബന്ധമായ നടുവേദന ഉണ്ടാവാം, അല്ലെങ്കിൽ പതോളജി പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായ ശേഷം അത് നടുവേദനയിലേക്ക് നയിക്കുന്ന നടുവേദന ഉണ്ടാവാം. പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള നടുവേദനയാണ്. സ്പെസിഫിക് ബാക്കേക്ക്, പിന്നെ നോൺ സ്പെസിഫിക് ബാക്കേക്ക്. സ്പെസിഫിക് ബാക്കേക്ക് മീൻസ് അതിനൊരു എക്സാക്ട്ലി അതിനൊരു കറക്റ്റ് ഒരു പതോളജി, ഒരു മൂല കാരണം അതിനുണ്ടാവും. ഈ നോൺ സ്പെസിഫിക് ബാക്കേക്ക് എന്ന് പറയുമ്പോൾ അതിനൊരു മൂല കാരണം, അങ്ങനെ വലിയ കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് നമ്മുടെ ഒരു പെട്ടെന്നൊരു ജെർക്കി മൂവ്മെൻറ്റ് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽപരമായിട്ട് നമ്മൾ കുറേ നേരം നമ്മൾ ഇരിക്കുന്നത് കൊണ്ടോ ഒക്കെ നമുക്ക് സാധാരണ രീതിയിൽ നടുവേദന ഉണ്ടാവാൻ സാധിക്കും. അപ്പോൾ ഇതിന് സാധാരണ ഈ നോൺ സ്പെസിഫിക് ബാക്കേക്കിന് നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കുന്ന ഒരു എക്സസൈസാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡെമോ ചെയ്യാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. നടുവേദന എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റായിട്ടുള്ളൊരു ഏരിയ ആണ്. പല അസുഖങ്ങൾ കൊണ്ടും നമുക്ക് സ്പോണ്ടൈലോലിസ്തസിസ്, സ്പോണ്ടിലൈറ്റിസ്, ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻ ഉണ്ട്. സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ കശേരുക്കളുടെ ഇടയിലുള്ള ഡിസ്കുകൾ മുമ്പോട്ട് തള്ളുക, പുറകോട്ട് തള്ളുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഇങ്ങനെയുള്ള കേസുകൾ കൊണ്ട്. പിന്നെ നെർവിൻ്റെ കംപ്രഷൻ, ഇതൊക്കെ കൊണ്ട് നടുവേദന ഉണ്ടാകും. അതിനൊക്കെ ഉള്ള എക്സസൈസുകൾ എന്ന് പറഞ്ഞാൽ ഓരോ കണ്ടീഷനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസാണ് കൊടുക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ആൻഡ്രോലിസ്തസിസ്, പോസ്ട്രോലിസ്തസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻസ്. ആ കണ്ടീഷൻസൊക്കെ ഞാൻ ഓരോ ദിവസവും ഓരോ ടോപ്പിക്കായിട്ട് ഞാൻ എടുക്കാം. എന്നാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ഇപ്പോൾ ഇത്രയും ഓർത്താൽ മതി. അതായത് എക്സാക്ട്ലി ഒരു മൂല കാരണം ഉള്ള നടുവേദനയ്ക്ക് നമ്മൾ അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസുകൾ, അല്ലെങ്കിൽ എല്ലാ എക്സസൈസും എല്ലാ നടുവേദനയും കുറയ്ക്കില്ല ഉള്ള കാര്യം പറയാമല്ലോ. അതുപോലെ ഇതിപ്പോൾ മൂല കാരണം അങ്ങനെയൊന്നും ഇല്ലാതെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള, അതായത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നടുവേദനയ്ക്കുള്ള എക്സസൈസാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഈ ടോപ്പിക്ക് ഞാൻ എടുക്കാൻ കാരണം നമ്മൾ മിക്കവാറും പേരൊക്കെ ജിമ്മിൽ പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ സമയം നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഡ്രൈവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. അവർക്കൊക്കെ നടുവേദന സാറിന് വീട്ടിൽ വരുമ്പോൾ നടുവേദന ഉണ്ടാകും. അപ്പോൾ അവർ ഡെയിലി ഈ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നടുവേദന വരാതിരിക്കാനും അല്ലെങ്കിൽ നടുവേദനയുടെ ആ കാഠിന്യം കുറയ്ക്കാനും ഈ എക്സസൈസ് വളരെയധികം ഉപകാരപ്പെടും. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ കാലിന് തൈസിന് എക്സസൈസ് കൊടുക്കുക, നമ്മൾ ബൈസെപ്സിന് എക്സസൈസ് കൊടുക്കുക, നമ്മുടെ അബ്ഡോമിന് എക്സസൈസ് കൊടുക്കുക, ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ എക്സസൈസ് കൊടുത്തിട്ട് ബാക്ക് സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞാൽ ബാക്ക് മസിൽസ് ആണ് ശരിക്കും നമ്മുടെ പോസ്റ്റർ വരെ കറക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യൻ കറക്റ്റ് നമ്മൾ നേരെ നിൽക്കണമെങ്കിൽ, അതായത് സ്പൈൻ ഇറക്റ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മുടെ ബാക്ക് മസിൽസ് സ്ട്രെങ്തൻ ആവണം. അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്ററിന് ഒരു വ്യത്യാസമുണ്ട്. പോസ്റ്റർ മീൻസ് നമ്മുടെ നിൽക്കുന്ന രീതിക്ക് തന്നെ വ്യത്യാസം ഉണ്ടായി. നമ്മൾ ചിലപ്പോൾ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്ന ആളുകളെ കണ്ടില്ലേ, ഒരു ഷോൾഡർ താന്നിരിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ ബാക്ക് മസിൽ സ്ട്രെങ്തൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നടുവിന് 4 വളവുകളാണുള്ളത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇനിയും ക്ലാസ് എടുക്കുന്നതായിരിക്കും. മീൻസ് ക്ലാസ് അല്ല, നമ്മുടെ ഒരു ഡിസ്കഷൻ. അതായത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയാം. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതുക. ഞാനത് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നടുവിൻ്റെ ഈ 4 വളവുകൾ, അതായത് 2 മുമ്പോട്ടുള്ള വളവുകളും 2 പുറകോട്ടുള്ള വളവുകളും, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഈ ബാക്ക് മസിൽ സ്ട്രെങ്തൻ അല്ലെങ്കിൽ ആ വളവുകൾക്ക് വ്യത്യാസം വരാം. ഈ വളവുകൾക്ക് വ്യത്യാസം വന്നിട്ട് അത് വേറൊരു കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എക്സസൈസ് ചെയ്യുന്ന കൂട്ടത്തിലും അല്ലെങ്കിൽ നടുവേദന ചെറുതായിട്ടുള്ള ആളുകളാണെങ്കിലും ഈ ഒരു എക്സസൈസ്, അതായത് ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ വീട്ടിൽ ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു ഡെമോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സസൈസ് നമ്മൾ ഡെമോ ചെയ്യുകയാണ്. ഇപ്പം ഇദ്ദേഹം നേരെ കമന്ന് കിടക്കുകയാണ്. ഇപ്പോൾ
ഇപ്പം നേരെ ഇനി കൈകൾ രണ്ട് പുറകോട്ട് വയ്ക്കുക, കൈകൾ രണ്ട് പുറകോട്ട് വെച്ചു. അദ്ദേഹത്തിൻ്റെ കൈകൾ രണ്ടും നമ്മൾ പുറകോട്ട് വെച്ചു. പുറകോട്ട് വെച്ച ശേഷം ഇനി കഴുത്ത് പൊക്കി ഒരു പരിധി വരെ കഴുത്ത് പൊക്കിയാൽ മതി. ഇങ്ങനെ കഴുത്ത് പൊക്കിയ ശേഷം ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതായത് കിടക്കുന്ന ആൾ തന്നെ മനസ്സിൽ ഒരു 10 എണ്ണുന്നതിന് വരെ ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ, അതായത് ബാക്ക് മസിൽസ് ഇവിടെ ഒരു വലിവ് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ദെൻ പതുക്കെ കഴുത്ത് താക്കുക. അപ്പോൾ 10 സെക്കൻഡ് നമ്മൾ എക്സാക്ട്ലി ഹോൾഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ റിലാക്സ് ചെയ്തു. ഇനി അടുത്ത 10 സെക്കൻഡ് ഇപ്പോൾ പൊങ്ങിയതിനേക്കാളും ശകലോട് ഉയർത്തി നമ്മുടെ കഴുത്തും നടുവും നമ്മൾ ഉയർത്താൻ പോവുകയാണ്. ഓക്കെ, കമോൺ. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത് സെയിം, അതായത് ഈ പൊസിഷൻ സെയിം തന്നെ, പക്ഷെ ഉയർത്തിയ ലെവൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലെവൽ കുറെ കൂടെ ഹൈറ്റിലാണ് നമ്മൾ ഉയർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിനേക്കാളും കുറെ കൂടെ കൺട്രാക്ഷൻ ബാക്കിൽ ഫീൽ ചെയ്യും. ഇതും ഒരു 10 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുക. 1, 2 അങ്ങനെ 10 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുക. പേഷ്യൻ്റ് അല്ല, ചെയ്യുന്ന ആൾ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അത് താത്തി രണ്ടാമത്തെ സ്റ്റെപ്പ്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് മാക്സിമം തലയും ഇവിടെ വരെ ഒരു ഭാഗം ഉയർത്തിക്കുകയും മാക്സിമം. ഓക്കെ, ഇതും ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, പതുക്കെ റിലാക്സ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ വലത് കൈ നേരെ മുമ്പിലേക്ക് കൊണ്ടുവന്ന്, യെസ്, അറ്റ് ദ സെയിം വലത് കൈ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വലത് കൈ ഉയർത്തുക. ഒരു ഒപ്പം നമ്മുടെ കഴുത്തും തലയും നമ്മുടെ ഈ പോർഷൻ വരെയുള്ള ഭാഗം ഉയർത്തുക. ദെൻ കാലും ഓപ്പോസിറ്റ് കാലും ഉയർത്തുക. അതായത് സ്ട്രെയിറ്റൻ ചെയ്തിട്ട് വേണം. ഇത് തന്നെ, കൈ സ്ട്രെയിറ്റ് ആയിരിക്കണം, നമ്മുടെ കാലിൻ്റെ മുട്ടുകൾ സ്ട്രെയിറ്റ് ആയിരിക്കണം, നമ്മുടെ കഴുത്ത് നടു ഇത്രയും ഭാഗം ഉയർത്തി. ഇതൊരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി ആ കൈ പുറകിലേക്ക് പോട്ടെ. ഈ സെയിം പ്രൊസീജിയർ ഓപ്പോസിറ്റ് സൈഡിൽ ആവർത്തിച്ച് കൈ ഉയർത്തുക, കഴുത്ത് ഉയർത്തുക. ഓപ്പോസിറ്റ്, പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം, ഓപ്പോസിറ്റ് കൈയും കാലം ആയിരിക്കണേ. ഓപ്പോസിറ്റ് കൈയും കാലം ഉയർത്തി നമ്മളൊരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. ഓക്കെ, താത്തുക. ഓക്കെ, ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 കൈയും 2 കാലും. ഇത് ചിലപ്പോൾ ചിലർക്ക് ആദ്യം ഒന്നും പോസിബിൾ അല്ലായിരിക്കും, ചില ആളുകൾക്ക് ആദ്യമേ പോസിബിൾ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നോൺ സ്പെസിഫിക് ബാക്ക് ഏക്കിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. കാര്യം ഈ എക്സസൈസ് ചില കണ്ടീഷൻസിൽ നമുക്ക് എന്താണ് പതോളജി ഉള്ള കണ്ടീഷൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻസാണ്. താത്തുക, നോർമൽ പൊസിഷനിലേക്ക് വരിക. നോർമൽ. ഓക്കെ, കൈ പുറകിലേക്ക് വെക്കുക. ഇതൊരു സിമ്പിൾ എക്സസൈസ്. ഇതിന് പ്രോഗ്രഷൻ എക്സസൈസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ദിവസം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും, പ്രോഗ്രഷൻ എക്സസൈസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനുള്ളൊരു എക്സസൈസ് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബാക്ക് മസിലിൽ നിന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, എഴുന്നേറ്റു. നമ്മൾ കാണിച്ച ഈ ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് എല്ലാ നടുവേദനയ്ക്കും ഉള്ളതല്ല, നോൺ സ്പെസിഫിക്. ദാറ്റ് മീൻസ് അതായത് പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാകുന്ന നടുവേദനകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇപ്പോൾ അല്ലാതെയുള്ള നടുവേദന, പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അതായത് നടുവേദന വന്നിട്ട് അത് കാലിൻ്റെ ബാക്കിലേക്ക് തരിപ്പായിട്ട് കുറേ പോകുന്നുണ്ട്, നല്ല വേദനകളുണ്ട്, നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്. കാര്യം സയാറ്റിക് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടോ? സയാറ്റിക് മീൻസ് അതായത് നെയറിന് കംപ്രഷൻ വരുന്ന കണ്ടീഷൻസാണ് സയാറ്റിക്ക എന്ന് പറയുന്നത്. കംപ്രഷൻ വന്നിട്ട് ആ പെയിൻ എല്ലാം നെയർ റൂട്ട്, ആ നെയർ റൂട്ട് പോകുന്ന വഴിയെല്ലാം പെയിൻ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻസാണ്. അപ്പോൾ അത് നിങ്ങൾ എന്താണ് തീർച്ചയായിട്ടും ഒരു ന്യൂറോ സർജനെയോ എല്ലാം കണ്ട് ശേഷം കൺസൾട്ടേഷൻ എടുത്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് പിന്നീടുള്ള ഫിസിയോതെറാപ്പി ചെയ്യേണ്ടത്. കാര്യം കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുമ്പോഴത്തേനാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഏതൊക്കെ എക്സസൈസ് നമ്മൾ കൊടുക്കണം എന്ന് തീരുമാനിക്കും. ചിലപ്പോൾ സർജറിയിലേക്ക് പോകേണ്ട നടുവേദനകൾ ഉണ്ടാവാം. അപ്പോൾ പോസ്റ്റ് സർജിക്കൽ കൊടുക്കേണ്ട കേസുകൾ നമ്മൾ വരെ സർജറിക്ക് ശേഷം കൊടുക്കേണ്ട എക്സസൈസുകൾ വേറെയാണ്. ശാസ്ത്രീയമായ എക്സസൈസുകളാണ് നമ്മൾ കാണിക്കുന്നതെല്ലാം തന്നെ. അപ്പോൾ ഇത് പല കണ്ടീഷൻസിനും, കാര്യം നടുവേദന എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടോപ്പിക്കല്ല, ചെറിയൊരു കാര്യവുമല്ല. അപ്പോൾ നടുവേദന പല കാരണങ്ങൾ കൊണ്ടും വരാം. അപ്പോൾ അത് റൂൾ ഔട്ട് ചെയ്ത ശേഷം മാത്രമേ അങ്ങനെയുള്ളതിന് നമ്മൾ എക്സസൈസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ നമസ്കാരം.